അങ്ങനെ രണ്ടാമത്തെ പാട്ട് ഇവിടെ തുടങ്ങിയാണ്. കുറേ പേർക്കൊക്കെ എൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ഇത് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താ പറ്റിയത്, ഞാനിതെങ്ങനെ കണ്ടുപിടിച്ച്, ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഞാൻ എവിടെയാണ് പോയത്, ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്, അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ രണ്ടാം പാർട്ടിൽ കാണിക്കുന്നത്. റിസൾട്ട് അറിഞ്ഞത് പോസിറ്റീവാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം വന്നത് പള്ളിയിലോട്ടാണ്. പള്ളിയിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാം മാതാവിൻ്റെ സഹായം ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് പറഞ്ഞ് ഇനി വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയണം റിസൾട്ട് പോസിറ്റീവാണെന്നുള്ള കാര്യം. എല്ലാവരോടൊക്കെ പറഞ്ഞ് 13-ാം തീയതി അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഡിസംബർ 13-ാം തീയതി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഫുള്ള് ധൈര്യമായിട്ടൊക്കെ ഇരുന്നേച്ചാണ് ഞാൻ 13-ാം തീയതി പോകാൻ നേരത്ത് ഭയങ്കര വിഷമത്തിലാണ്. വേറൊന്നും കൊണ്ടല്ല, പിള്ളേരെല്ലാവരെയൊക്കെ ഇട്ടുകൊണ്ട് പോണ ഒരു സമയമായപ്പോഴേക്കും എനിക്ക് വിഷമമായി. വലിയൊരു സർജറിയാണ് 14-ാം തീയതി നടക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ. ഇത് മഞ്ഞുമലയുള്ളൊരു ഹോസ്പിറ്റലാണ്. ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പോലും എനിക്ക് സത്യം അറിയില്ലായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ആൻറ്റിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. പിന്നീട് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാകുമെന്നൊന്നും ഞാനന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു അസുഖമാണെന്ന് ഓർത്തിട്ടൊന്നല്ല ഈ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാമെന്ന് ഓർത്തത്. ഇനിയിപ്പോൾ സാധാരണ ഒരു ഫൈബ്രോയിഡ് ആണെങ്കിൽ തന്നെ, ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിൽ തന്നെ സെക്കൻഡ് ഒരു ഓപ്ഷൻ വേറെ ഒന്നും എടുക്കാതെ ഇത്രയും നല്ലൊരു ഡോക്ടറാണ് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കാണ്ട് ഈ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഡോക്ടറായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാനൊന്ന് റിലാക്സായി. നമുക്കിതും തുറന്നു പറയാനായിട്ട് ഒരു ഫ്രീഡം ഉള്ളൊരു ഡോക്ടർമാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ആയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല റിലാക്സായി. അപ്പോൾ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കും കാര്യങ്ങളായിരുന്നു ആ റൂം നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ വേറെ താൽക്കാലത്തൊക്കെ ഒരു റൂമിലായിട്ട് നമ്മൾ നിർത്തിയേക്കാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം ചെയ്യാൻ നോക്കാമെന്നാണ് ഡോക്ടർ പറയണത്. എനിക്കിഷ്ടമുള്ള കാര്യം വീഡിയോ പിടിക്കണതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ നാളെ വലിയൊരു ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയേക്കാണ്. ഞാനിവിടെ ഇങ്ങനെ ഇത്ര നേരമൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ പുറകെ കൂടി ക്യാമറയും പിടിച്ചിട്ട് അന്വേഷണം പുറകെ കൂടി തന്നെയുണ്ട്. അപ്പം നാളെ ഇത്രയും വലിയൊരു ഓപ്പറേഷന് വന്നിട്ട് ഈ ക്യാമറയും പിടിച്ച് പുറകെ കൂടി പോകണ്ടിട്ട് അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സും എല്ലാവരും നോക്കിയാണ് ഇതിനൊരു ടെൻഷനില്ലേ എന്നൊക്കെ എല്ലാവരുടെയും മുഖത്തൊക്കെ ഉണ്ട്. റൂമിലൊക്കെ വന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റൂമിലൊക്കെ ഒന്ന് ഫ്രഷായി. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. മരുന്നും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നെബുലൈസേഷനൊക്കെ ചെയ്യണം. വേറെ ചുമയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നാളെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നെബുലൈസേഷനൊക്കെ ചെയ്യണ നേരത്തും ക്യാമറയിൽ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഈ നേരം ഞാൻ ഓക്കെ അല്ലേ, എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യണേന് വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതെൻ്റെ ശരീരത്തിൽ വന്ന് അത് ചെയ്ത് നമുക്കത് പുറത്തോട്ട് പോയി അത് കളയാണ്ട് നമുക്കിതൊക്കെ അതിജീവിച്ച് വരണ്ടേ. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ സർജറി ഡേ ആണ്. ഡിസംബർ 14-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി ഡേ. രാത്രി അത്രയും വിൽ പവറൊക്കെ ഇട്ട് കഴിഞ്ഞാലും നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ മാറി തുടങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, വലിയൊരു ഓപ്പറേഷനാണ്. വേറെ ആരുമില്ല, ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് അവിടെ അവസാനിച്ചെന്ന് ഓർത്തിട്ടാണ് ഞാൻ സമാധാനമായിട്ട് നിന്നേച്ചതാണ്. ഇത്രയും വലിയൊരു ഓപ്പറേഷൻ വീണ്ടും വരുമെന്നൊന്നും അന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. വലിയൊരു ഓപ്പറേഷനാണല്ലോ ഇന്ന് നടക്കുന്നത്.
ആ ദിവസമായിട്ടും എനിക്ക് ആ ടെൻഷനൊന്നും അനുഷേട്ടൻ്റെ അടുത്ത് കാണിക്കാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പോണ നേരത്തും എന്നെ ഇപ്പം കൊണ്ടുപോകാനായിട്ട് അറ്റൻഡറും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ആദ്യത്തെ സർജറിക്ക് പോയപ്പോൾ എടുത്തതുപോലെ തന്നെ അനുഷേട്ടൻ്റെ കൂടെ ഇരുന്ന് 2-3 ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. കാലത്തിൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. സത്യത്തിൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല, അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു പറഞ്ഞ നേരം കൊണ്ട് ഞാൻ നല്ലോണം നന്നായി വണ്ണമൊക്കെ വെച്ച് നല്ല ഭംഗി വെച്ച് എന്നെ കാണുന്ന ആളുകളൊക്കെ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണിതിങ്ങനെ ഇത്ര മാറ്റത്തിന് കാരണം എന്താണെന്നൊക്കെ. അപ്പോൾ ഒരിക്കലും ക്ഷീണിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു അസുഖം ഉണ്ടാവുമെന്നൊന്നും പറയണത് വെറുതെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണ്, എന്തൊരു ചെറിയൊരു ലക്ഷണം കണ്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ അതൊന്ന് നല്ലോണം കൺഫേം ചെയ്യണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഞാനിത് കാണിക്കാതിരുന്നേച്ചെങ്കിൽ അവസ്ഥ വല്ലാതെ മോശമായി പോയാനെ. എന്നെ കാണുന്ന പലരും പറഞ്ഞിരുന്നു എനിക്കങ്ങനെ അസുഖമൊന്നും വേറെ ഉണ്ടാവില്ല, നല്ല ആരോഗ്യമായിട്ടിരിക്കുകയല്ലേ, എന്നെ കാണുമ്പോൾ തന്നെ ഒന്നും തോന്നില്ലായിരുന്നു. അത്രയും ഹെൽത്തി ആയിട്ടായിരുന്നു ഞാൻ ഇരുന്നേച്ചത്. ഒരു ലക്ഷണവും എന്നെ സംബന്ധിച്ച് കാണിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അവഗണിച്ച് കളയരുത്. എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന് വേറെ പ്രശ്നമൊന്നുമില്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. അന്നാണോന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം എന്നെ കൊണ്ടുപോകാനൊക്കെ ആളുകളൊക്കെ വന്ന് അപ്പോൾ എന്നെ കൊണ്ടുപോവുകയാണ്, ഓപ്ഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ പോവുകയാണ്. 9 മണി ആകുമ്പോഴേക്കും ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9:30 ആകുമ്പോഴേക്കും എൻ്റെ സർജറി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പോവുകയാണ്. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:30 മണി വരെയായിട്ട് സർജറി ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞിട്ടുള്ള രംഗം ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും കൈ അനക്കാൻ പറ്റാണ്ടും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു. ഇപ്പം എൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും. ചേച്ചിയുടെ കൈ പിടിച്ചിട്ടാണ് ഞാൻ സർജറി കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം നടന്നു തുടങ്ങിയത്. ചേട്ടൻ്റെ ചേച്ചിയാണിത്. ആളെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം എനിക്കുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നായാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും പോസിറ്റീവ് എനർജിയൊക്കെ എനിക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിലോട്ട് വരണ്ടേ ആ ഒരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് കൈയൊന്നും അനക്കാൻ പറ്റാത്ത ഭയങ്കര അവസ്ഥയൊക്കെ ആയിരുന്നു. 2ാമത്തെ ദിവസമായിട്ടും കൈ അനക്കാൻ പറ്റാണ്ട് ഒക്കെ ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് എക്സർസൈസ് പോലെ തന്നെ കുറേ നേരം ചേട്ടൻ്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് വേണം ആശുപത്രി മുഴുവൻ എന്നെ നടത്തിക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴും എന്നെ ഷൂട്ട് ചെയ്ത് കൈയൊന്നും എടുത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും ആളെനിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് തന്ന് ഒക്കെ ഓരോ ദിവസത്തെ ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ച് പിന്നീട് അങ്ങോട്ട് വന്ന മരുന്നുകളും മെഡിസിൻസൊക്കെ ഒന്നും ശരീരത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലത്തെ മരുന്നുകളായിരുന്നു. എല്ലാം അതിജീവിച്ച് കടന്ന് പോയി ഞാൻ. ഇതെല്ലാം വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷനാണ്. വേറൊന്നും കൊണ്ടല്ല, അത്രയും സങ്കടങ്ങളിലൂടെയാണ് ഇത്രയും ദിവസങ്ങളെല്ലാം കടന്നു പോയത്. അങ്ങനെ നല്ലൊരു ക്രിസ്മസ് വന്ന് എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴും ട്യൂബും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴും എടുത്തിട്ടില്ലായിരുന്നു. നമ്മുടെ മക്കളതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇത്തിരിയില്ലാത്ത മോനെയൊക്കെ സങ്കടത്താൻ പറ്റൂലല്ലോ നമ്മൾക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ കൂടെയൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ നിന്ന് ചേട്ടൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതത്തിലോട്ട് ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ മുറിവും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കണം. തുടർന്ന് പോയ ടെസ്റ്റുകളിലെല്ലാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്.
ഇനിയും ഒരുപാട് നാൾ ഇവരുടെ കൂടെ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കണമെന്നാണ്. ജീവിക്കും. നമുക്ക് മനക്കരുത്തുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് രോഗം വന്നോട്ടെ നമ്മൾക്കതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടൊരു മനക്കരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ അത് നേരിടാനായിട്ട് നമ്മുടെ മനസ്സൊന്ന് ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും സാധിക്കും. അതിനൊരു തെളിവ് തന്നെയാണ് എൻ്റെ ജീവിതം. ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടും ഞാൻ അതിലൊന്നും ഒരു മൈൻഡ് കൊടുത്തിട്ടില്ല. അതെല്ലാം മാറ്റിയെടുക്കണം, തിരിച്ച് പഴയ പോലെ ജീവിക്കണമെന്നുള്ള ആ ഒരൊറ്റ ധൈര്യം മനസ്സിനുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു ഡോക്ടർമാരെ കണ്ടു പിടിച്ചത്, ദൈവം എൻ്റെ കയ്യിൽ എത്തിച്ചത്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം.